ഈ സിനിമ എടുക്കാൻ നോക്ക്. ഒരു സിനിമ കൂടെ സാറേ ലെൻസ് മാറ്റിക്കോട്ടെ. എന്തിനാണ് അത് അവിടെ ഇരിക്കട്ടെ? ആ ലെൻസ് എന്താ കുഴപ്പം? സാർ അടുത്ത ഫൈറ്റ് സീനല്ലേ? അതിന് ആ ലെൻസ് മതി, ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. ഇത് മതി സാറേ, ചെറിയൊരു അഴുക്ക് മാത്രമേ ഉള്ളൂ. ആണല്ലേ? എപ്പോഴും ലെൻസ് മേടിക്കാൻ അവിടെ കൂട്ടി വെച്ചിരിക്കണം. മാറ്റേണ്ടത് തുടച്ചാൽ മതി. ടൗലില്ലേ അവിടെ നിന്ന് നായക കൊണ്ടിരിക്കുന്നു. സാറേ അടുത്ത് എടുക്കണം. അവിടെ നിന്നൊരു നായകൻ വരുന്നു, സംഭവം വരുന്നു. ഈ ഒരു ഒരൊറ്റ സിനിമയിലേ ഉള്ളൂ. താൻ പോയില്ലേ ഇതുവരെ? എന്റെ ഒന്നും പറഞ്ഞില്ല. ആ ചായക്കടക്കാരായിട്ട് ചെയ്യേണ്ട ആളാണ്. അല്ലാതെ എനിക്കൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, അതിന് പറ്റിയ സംഭവമൊന്നും ഇല്ല. ഈ ഒരു പാട്ട് സീൻ മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ വെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായിടും? ഒരു കാര്യം അവിടെ വെള്ളം അവിടെ ഇരിപ്പട്ടെ, തനിക്ക് എടുത്ത് കുടിക്കാൻ പാടില്ല. എന്നെ തന്നെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചില്ല. നമസ്കാരം. നമസ്കാരം സാറേ. സുഹൃത്തെ വേഷമൊന്നും ഇല്ല, ഉണ്ടാകാൻ തീർന്നു പോയി. അല്ല, ഞാൻ വേഷം പറയാനല്ല. സാറിനെ വീട്ടിൽ ചെന്നപ്പോ വൈഫ് പറഞ്ഞ് ഇവിടെയാണ് സെറ്റിലാണെന്ന് പറഞ്ഞു. സീരിയലാണോ സിനിമയാണോ സാറേ? അല്ല, ഇത് ചെറിയൊരു വെബ് സീരീസിന്റെ സംഭവം. നമുക്കൊരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. കോടീശ്വരൻ OTT വേണ്ടിയിട്ടാണ്. ഓടിച്ചിട്ടല്ല, OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിട്ട് ചെയ്യുന്നൊരു പ്രൊഡ്യൂസർ നമുക്ക് നല്ലൊരാളുണ്ട്, കോടീശ്വരനാണ്. അപ്പൊ പുള്ളി ഒരു പടം ചെയ്യാന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനൊരു സബ്ജക്ട് പറഞ്ഞപ്പോ പുള്ളിക്ക് അത് ഇഷ്ടമായി. അപ്പൊ ഞാൻ സാറിന്റെ പേരാണ് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. അല്ല, അവര് എനിക്ക് അങ്ങോട്ട് മാറരുത്. ബ്രേക്ക് പറഞ്ഞു. സീൻ നടക്കണല്ലോ സാർ. പ്രൊഡ്യൂസർ ഉണ്ടല്ലോ അല്ലേ? പ്രൊഡ്യൂസർ ഉണ്ട്, കോടീശ്വരൻ ടീമാണോ? കാശുള്ള ടീം. അപ്പൊ പുള്ളി പിന്നെ ഇങ്ങനെ ഒരു സബ്ജക്ട് ഞാൻ പറഞ്ഞു, പുള്ളിന്റെ അടുത്ത് നോക്കാമെന്നാണ്. എന്നെ ഓർമ്മയുണ്ടല്ലോ? ഞാൻ എവിടെയോ നല്ല പരിചയമുണ്ട്. ജോത്സ്യൻ. അതാണ് ജോത്സ്യൻ പറയുന്ന ആള്, ലംബോദരൻ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഗുണിച്ചു തന്നില്ല. ഞാൻ വെച്ചടി കയറ്റുമായിരിക്കും. പച്ചടി അല്ല, വെച്ചടി കയറ്റുമായിരിക്കും പണിക്ക് പോകണല്ലേ? ഇപ്പൊ അത് ഞാൻ നിർത്തി. കാര്യം എന്ന് വെച്ചാൽ 2 ആഴ്ച ലീവ് എടുത്തിട്ട് ഞാൻ ഈ സബ്ജക്ട് എഴുതാൻ വേണ്ടി. അപ്പൊ പുള്ളിക്ക് പുതുമുഖങ്ങളെ വേണ്ട, സ്റ്റാർ വെച്ച് എഴുതിക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ ഒരു സാധ്യതയുള്ള സമയമാണ്. മഞ്ഞുമൽ ബോയ്സ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷെ പുള്ളി പറഞ്ഞത് ഫുൾ സ്റ്റാർ വെച്ച് എഴുതിക്കോളാൻ പറഞ്ഞു. ഫുൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റാർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ നമ്മളിപ്പോ ജോത്സ്യനാണല്ലോ, 27 സ്റ്റാർ വെച്ചിട്ടുണ്ട് ഞാനൊരു പടം എഴുതി. 2020 എടുക്കണ അതിന്റെ മേലെ പോവും. അല്ല, അതൊക്കെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അതിന്റെ? സ്ക്രിപ്റ്റ് ഞാനിപ്പോ ചെയ്തേക്കണത് ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. വള്ളയും വായിച്ചാലും മതിയാ? വള്ളയും മതി. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു 70-72 സീൻ വരും ഇന്റർവ്യൂല് വരെ. അത് കഴിഞ്ഞൊരു 50 സീനും കൂടി ഉണ്ടാകുമ്പോൾ തീരും. 72 വരെ ഇന്റർവ്യൂല് വരെ ഞാൻ തീർത്തിട്ടുണ്ട്. ബാക്കി എന്റെ മനസ്സിലുണ്ട്, സബ്ജക്ട് ഉണ്ട്, ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആര് വേണമെങ്കിലും ഇതിനകത്തൊക്കെ വേണമെങ്കിലും സാറിനൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. സീൻ ഒന്നാണ്. ഫസ്റ്റ് ക്യാമറ മേളി വെച്ചിട്ട് നേരെ അവിടെ നിന്ന് ഒരാൾ നടന്നിങ്ങനെ വന്നെയാണ്, ഒരു ഫീമെയില്. അപ്പോൾ ക്യാമറ അപ്പൊ നമ്മുടെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഈ സൈഡ് ക്യാമറ വെച്ചിട്ട് അവര് നേരെ വരുമ്പോ ഡൗൺ ആംഗിൾ ആണ് ഇങ്ങനെ. ഞാൻ പോകട്ടെ സാർ കേൾക്കണല്ലേ? അല്ല, താൻ ഡയറക്റ്റ് എങ്കിൽ പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ ഡയറക്ടർ അല്ല, ഞാൻ സീൻ എഴുതിയത്. സാർ തീരുമാനിക്കുമല്ലേ, ഡയറക്ടർ അല്ലേ? പിന്നെ സ്ക്രിപ്റ്റ് വായി. അപ്പൊ അങ്ങനെ തന്നെ സീൻ 1. അപ്പൊ 27 നക്ഷത്രങ്ങൾ കൊണ്ട് ഞാൻ മൊത്തത്തിൽ തീർത്തേക്കണം. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വതി ഭരണി വാങ്ങാൻ കാർത്തികയുടെ കടയിൽ ചെല്ലുമ്പോൾ രോഹിണിയെ കാണുന്നു. അശ്വതി നമ്മുടെ പഴയ നായിക ഉണ്ടല്ലോ, മറ്റേ പാർവതി, ജയറാമിന്റെ വൈഫ്, അവരാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കാർത്തിക ഉണ്ടല്ലോ, നമ്മുടെ പഴയ കാർത്തിക. അശ്വതി ഭരണി വാങ്ങാൻ കാർത്തികയുടെ കടയിൽ ചെല്ലുമ്പോൾ രഘുവറിന്റെ വൈഫ് മറ്റേ രോഹിണിയില്ലേ, രോഹിണിനെ കാണുന്നു. അപ്പൊ ഈ ഇവര് പെണ്ണുങ്ങളാണ് ആദ്യത്തെ സീനിൽ വന്നത്, ഇവര് മൊത്തം. അപ്പൊ പിന്നെ ഈ ഭരണിക്ക് വേണ്ടിയാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു കൂടുന്നത്. ഈ രണ്ടുപേരും കൂടി ഭരണിക്ക് വേണ്ടി. അത് കുംഭഭരണിയാണോ മീനഭരണിയാണോ എന്ന് ചോദിച്ച് തർക്കം വരും. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ഇവര് പറയും ഇത് കുംഭഭരണി അല്ല, മീനഭരണി അല്ല, ഇത് പിന്നെ മണ്ണിന്റെ ഭരണിയാണെന്ന് പറയും. അങ്ങനെ മൺഭരണിക്ക് വേണ്ടി ഫസ്റ്റ് തന്നെ ഇവര് തർക്കം വരുമ്പോ ഇവരുടെ തല്ലുപിടുത്തം കൊണ്ട് അടിയായി ഇടിയായി മൊത്തത്തിൽ ഭരണി തവിടുകൂടിയായി. അവിടെ വെച്ചാണ് ഭരണിക്കുള്ളിൽ എന്താണെന്ന് നമ്മൾ പറയുന്നത്, സസ്പെൻസാ. തവിടുകൂടി ആയി കഴിഞ്ഞാലും സസ്പെൻസ് ആണ്. ആരും കാണത്തില്ല, കാണൂല. തവിട് കുടിഞ്ഞു കിടക്കണ ആരും കാണത്തില്ല. പൊടിപൊടിയില്ല കണ്ടുപിടിക്കാൻ നമ്മൾ അവിടെ പറയുന്നുണ്ട്. സാറേ, നായകനെ നമ്മള് വെറുപ്പിച്ചാന്ന് ചെറിയ സംശയം. ഒരു ബ്രേക്ക് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകര്യം പുറപ്പാടിന് തിരുവാതിര പാട്ടും പാടി പുണർന്ന നാളിൽ പൂയം നടത്തുന്ന ആയില്യം കാവിൽ മകം തൊഴുത് കാവിലെ പൂരവും കൂടി കണ്ട് മടങ്ങുമ്പോൾ ഉദിച്ചുയർന്നു നിൽക്കുന്നു ഉത്രം നക്ഷത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം. ഒരു ഡിവോഷണൽ മൈൻഡാണ് അവിടെ. ഇങ്ങനെ കാവി ഉടുത്ത് പിന്നെ കാഷായ വേഷവും ധരിച്ചിട്ടുള്ള അവിടെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് നമുക്ക് ഉറപ്പായിട്ടും അത് അനുഭവിക്കാൻ ഒരുപാട് സീൻ ഇതിനകത്തുണ്ട്. ഇത് സീൻ 3 നമ്മൾ തന്നെയാണ്. രാവിലെ അത്തപ്പൂക്കളം ഇടുന്നു, ചിത്തിരയും ചോദ്യം. അത് എന്ത് ചോദിക്കും? ചിത്തിരയും ചോദ്യം കൂടി ഇരുന്ന് അത്തപ്പൂക്കളം ഇടുന്നു. ഇരട്ടകളാണ്. അത് ജസ്റ്റ് ഒരു മ്യൂസിക്കിൽ അത് അങ്ങോട്ട് തീരുന്നു.
ശനി സീൻ 4 വിശാഖ പിറ്റേന്ന് അനിഴം നാട്ടുകാരിയായ കൂട്ടുകാരി തൃക്കേട്ട നക്ഷത്രക്കാരനായ ഇഷ്ടകാമുകനെ വരിച്ചത് മൂലം. ഒന്നുകൂടെ മരിച്ചത് വിശാഖ പിറ്റേന്ന് അനിഴം നാട്ടുകാരിയായ കൂട്ടുകാരി തൃക്കേട്ട നക്ഷത്രക്കാരനായ ഇഷ്ടകാമുകനെ വരിച്ചത് മൂലം. അപ്പൊ സനി റോസിന് വെക്കാം. മരിച്ചിട്ടില്ല. ആര് മരിച്ചെന്ന് പറഞ്ഞു? വരിച്ചത് മൂലം. വേളി കല്യാണം കഴിഞ്ഞ വരിച്ചത് മൂലം. പൂരാട ദിവസത്തിന് ഉത്രാട രാത്രിക്കും തിരുവോണ പുലരിയുടെ പ്രതീതി ആയിരുന്നെന്ന് അവിട്ടത്തൂർകാരനായ വധുപിതാവ് പറയുന്നു. അന്ന് ചതയ ദിനമാണ്. ഗുരുദേവന്റെ ജന്മദിനമാണ്. നല്ല ദിവസമായിരിക്കും. ആഘോഷങ്ങൾക്ക് ശേഷം പൂരുരുട്ടാതി നാളിൽ തന്നെ നവദമ്പതികൾ ഉത്രട്ടാതി വള്ളംകളി കാണാൻ പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് വിവാഹത്തിനെത്തിയ എല്ലാവരോടും നന്ദിയുണ്ടെന്ന് വധുമാതാവ് മിസീസ് രേവതി പറയുമ്പോൾ ഇന്റർവെൽ 27 നക്ഷത്രങ്ങൾ മാനത്തെ മിന്നി തിളങ്ങുന്നു. അവിടെ ഇടവേള. ഇന്റർവ്യൂല് അത് കഴിഞ്ഞിട്ടാണ് പണി തുടങ്ങണത്. കഥ തുടങ്ങണത് അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ടാണ് കഥ തുടങ്ങണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കഥയുള്ളൂ. ഇന്റർവ്യൂല് കഥയൊന്നുമില്ല. കാരണം അപ്പോഴേ അഥവാ നമ്മൾ ഇത് എടുക്കാൻ യോഗം ഉണ്ടെങ്കിൽ പ്രേക്ഷകരോട് ഒരു പ്രത്യേക ഇത് കൊടുത്തേരും. ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ കയറിയാൽ മതി എന്ന് പറയാം. അത് വേണ്ട. എന്നാ പിന്നെ ഒരു 5 ഇന്റർവ്യൂല് എടുത്ത് കളയാം. ഇന്റർവ്യൂല് എടുത്ത് കളഞ്ഞേക്കാം. അപ്പൊ ഒറ്റയടിക്കടക്കും. ആരും പോകില്ല, ആരും വരെയില്ല. അത് ഇത്ര ഭാഗം എടുത്ത് കളഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് തുടങ്ങിയപ്പോ ഇല്ല. ഇത് ഫ്രണ്ടിൽ വേണം. 27 നക്ഷത്രങ്ങൾ വെച്ച് സ്റ്റാർ വെച്ചുകൊണ്ട് അവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് അശ്വതി നക്ഷത്രക്കാരിയായ നായികയെ ഭരണി നക്ഷത്രക്കാരനായ നായകൻ പ്രേമിക്കുന്നു. അവന് കണ്ടകശനി, ഇവൻ അഷ്ടമശനി. ഈ 2 ശനിയും കൂടി ചേരുമ്പോ അന്നൊരു ശനി. അങ്ങനെ 3 ശനി. ഇന്നും ശനി. 4 ശനി. ആ സമയത്ത് ഈ നായകൻ അറിയാതെ തൃക്കേട്ട നക്ഷത്രക്കാരനായ വില്ലനെ പ്രേമിക്കുന്നു. അവൻ അഷ്ടമശനിയും 7.5 ശനിയും കൂടിയാ. അവന്റെ സഹോദരി നായിക അറിയാതെ ഈ ഭരണി നക്ഷത്രക്കാരനായ നായകനെ പ്രേമിക്കുന്നു. അതൊരു നല്ല ട്വിസ്റ്റ് ആയിരിക്കും. ഇതിനിടയിൽ വില്ലൻ വഴിപാട് കഴിക്കുന്നു, തുലാഭാരം നേരുന്നു, പാൽപായസം കഴിക്കുന്നു, വെടി വഴിപാട് നടത്തുന്നു, ഗണപതി ഹോമം നടത്തുന്നു. വിവിധ ദൃശ്യങ്ങളാണ്. അതിന്റെ ഇടയിൽ വെടിക്കെട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെല്ലാം വരുന്നു. ഈ സമയത്താണ് വില്ലന്റെ അരയിൽ സമയദോഷം മാറാൻ വേണ്ടി ഈ എന്താണ് അതിനെ അരയെ കിട്ടണ ചരട് ഏലസ് അതും ചൊല്ലിക്കൊണ്ടൊരു വിഭാഗം വരികയാണ്. ഇതിനാര് പോകും വില്ലന്റെ അരയിൽ ഏലസ് കെട്ടാൻ? അത് ഈ ദൗത്യം നായകൻ ഏറ്റെടുക്കുന്നു. നായകൻ അമ്മാവനോട് പറയുന്നു, അമ്മാവൻ പോകാന്ന് പറയുന്നു. തിരുവോണം നക്ഷത്രക്കാരനാണ് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളി പോയെടുത്തൊക്കെ നല്ലത് ഭംഗിയേ വരുള്ളൂ. അങ്ങനെ ഈ ഒരു മനസ്സിലൊരു മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് ഇയാൾ ഈ സാധനമായിട്ട് പോകുന്നു. ഒരു വീടിന്റെ മൂലക്ക്. അപ്പൊ നോക്കുമ്പോ ഈ വില്ലൻ കിടന്നുറങ്ങുകയാണ്. ആ മൂലയിൽ വെച്ചുകൊണ്ട് അവൻ അറിയാതെ അവന്റെ അരയിൽ ഏലസ് കെട്ടാൻ ശ്രമിക്കുമ്പോ ആ മൂലയിലിട്ട് അമ്മാവനെ കൊല്ലുന്നു. അങ്ങനെ അമ്മാവന്റെ ചിതാഭസ്മം കൊണ്ട് വില്ലൻ ഗുണാക്കേവിയിലേക്ക് പോണേ. എന്തിനാണോ ആലുവപ്പുഴയിൽ ഒഴിക്കാൻ പോലെ? ആലുവപ്പുഴയിലൊന്നും വെള്ളയില്ലെന്ന്. അത് ഒഴുക്കൊന്നുമില്ല. ഗുണാക്കേവിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പോക്ക് അങ്ങോട്ട് പോയിക്കോളും. ഇപ്പൊ ഇറ്റല്ലേ ഗുണാക്കേവി. ഗുണാക്കേവി പോകുന്നു. ഇവൻ ഒഴുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. കയ്യിൽ നിന്ന് ചിതാഭസ്മം വിട്ടുപോകുന്നു. ഇവൻ അടക്കം ഗുണാക്കേവി പോകുന്നു. പ്രശ്നമായില്ലേ? ആലറണി വേണം കിടന്ന് രക്ഷിക്കൂ വെട്ടിക്കൂ എന്ന് പറഞ്ഞ് ആലറ ഇങ്ങനെ പ്രതിധ്വനിക്കണേ. അപ്പൊ നമുക്ക് ഗുണട ഉള്ളിലേക്ക് ക്യാമറ കയറണേ. അതുകൊണ്ട് പുറത്തേക്ക് ഒരിക്കണേ. ആ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൻ അവിടെ കിടന്ന് അലറുമ്പോൾ ഫയർഫോഴ്സ് വരുന്നു, ആൾക്കാർ വരുന്നു, എല്ലാവരും കൂടി വരുന്നു. അവർ കയറിട്ട് കൊടുക്കുന്നു, വട ഇട്ട് കൊടുക്കുന്നു. എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അതിനിടയ്ക്ക് പറഞ്ഞ് വട ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവൻ പിടുത്തം കിട്ടുന്നു. ഇപ്പൊ ഇവര് പറയുന്നു ലൂസ് അടിക്കടാ എന്ന് പറഞ്ഞു. ജ്യൂസല്ല, ലൂസ് അടിക്കടാ, പതുക്കെ വിട്ടുകൊടുക്കടാ. അങ്ങനെ വിട്ടുകൊടുക്കുന്നു. അവസാനം ഇവനെ രക്ഷപ്പെടുത്താനുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ പിടുത്തം കിട്ടുന്നു. വടം പകുതിക്ക് വിട്ടുപോകുന്നു. ഇവൻ പോകുന്നു. അപ്പൊ ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവൻ അവിടെ മരിക്കുന്നു. വില്ലൻ അവിടെ മരിക്കുന്നു. മനസ്സിലാണ്ട? വില്ലൻ അവിടെ മരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ 2 പേര് മരിക്കുന്നുണ്ട്. 2 പേരും മരിക്കണം. 2 പേരും മരിക്കും. അവിടെ ഒരാൾ മരിച്ചു. നാട്ടില് 2 പേരും മരിച്ചു. അത് നായകൻ വേണോ, നായിക വേണോ, അല്ലെ വില്ലൻ വേണോ, മറ്റേ വില്ലന്റെ സഹോദരിയും മറ്റേ നായകനും വേണോ, അല്ലെങ്കിൽ നായകനും നായികയും വേണോ? ഈ മൊത്തത്തിൽ താങ്കൾ പറയുന്നത് ആരും മരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ആണല്ലോ. അത് മാത്രം എനിക്ക് എഴുതാനുള്ളത്. മരിക്കും. അല്ല, എന്തായാലും ഒരാൾ മരിക്കും. അത് പ്രൊഡ്യൂസർ എന്തായാലും മരിക്കും. പ്രൊഡ്യൂസർ എന്തായാലും മരിക്കും. ഇന്റർവെല്ലിന് മുമ്പ് എന്തായാലും മരിക്കുമല്ലോ ഇത് കണ്ടു കഴിയുമ്പോ. പിന്നെ കഥ എഴുതിയ ആളും മരിക്കും. അയാളെന്തിനാ മരിക്കണത്? അയാൾക്ക് കണ്ടകശനിയല്ലേ. കൊണ്ടേ പോകൂ.